ഉണ്ണിയാർച്ച. രചന ഗൗരി സുഭാഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കീർത്തി ഒന്ന് കണ്ടേ. വിവേക ആർച്ചയെ നോക്കി. നിങ്ങൾ വേണേ കണ്ടോ, ഇങ്ങോട്ടില്ലാത്ത ആത്മാർത്ഥം തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആർച്ച ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഭരത് അവരെ നോക്കിയൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു. ഹാളിൽ പല ഭാഗങ്ങളിൽ നിന്നും അടക്കം പറച്ചിലുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. കാരണന്മാർ ചേർന്ന് മുടങ്ങിപ്പോയ വിവാഹത്തിന് പരിഹാരം ആലോചിച്ച് തുടങ്ങി. വരനോ വധുവോ ഒളിച്ചോടിപ്പോയോ മറ്റോ വിവാഹം മുടങ്ങിയ സ്വന്തത്തിൽ നിന്നോ ബന്ധത്തിൽ നിന്നോ ഉടനെ പകരം ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുക എന്നതാണല്ലോ ഒരു ട്രെൻഡ്. ഏത് കാരണന്മാർ ട്രെൻഡ് അനുസരിച്ച് പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഉടനെ ചെറുക്കനെയും പെണ്ണിനെയും തപ്പി ഇറങ്ങി. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ ചെക്കനും പെണ്ണും റെഡിയായി. വകയിലെ ഏതോ ഒരു അമ്മാവിൻ്റെ മോൻ കീർത്തിയെ വിവാഹം ചെയ്യാൻ തയ്യാറായി. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. പെട്ടെന്ന് കീർത്തിയുടെ ശബ്ദമുയർന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ പതിഞ്ഞു. ഒരു വിവാഹം മുടങ്ങി ഉടനെ അടുത്ത് നടക്കുമ്പോൾ ആർക്കും എൻ്റെ മനസ്സറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇനി ഈ വിവാഹം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കീർത്തി പറഞ്ഞു നിർത്തിയതും വീണ്ടും മുറുമുറുപ്പ് ഉയർന്നു. കീർത്തിയുടെ കണ്ണുകൾ ആ ആൾക്കൂട്ടത്തിൽ ഒരാളിൽ മാത്രം തറഞ്ഞു നിന്നു. കീർത്തിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഭരത് പതിയെ തലയിരിച്ച ആർച്ചയെ നോക്കി. ശ്രദ്ധ മുഴുവൻ ഫോണിലാണെങ്കിലും അവളുടെ മുഖത്ത് വിടരുന്ന നേർത്ത പുഞ്ചിരി പോലും അവന്റെ മിഴികൾ ഒപ്പിയെടുത്തു. എന്താ ഈ കുട്ടി പറയണേ? കല്യാണം മുടങ്ങിക്കുന്ന സമയത്ത് ഒരാൾക്ക് നല്ല മനസ്സോന്നി ജീവിതം തരാൻ തോന്നുമ്പോ അഹങ്കാരം പറയാണോ? ഏതോ ഒരു കാരണവരിൽ അവൾക്ക് തീ കൊളുത്തി. ഇവിടെ താഴ്ന്നുകൊടുത്താൽ കൈവിട്ട് പോകുന്ന തന്റെ ജീവിതമായിരിക്കുമെന്ന ചിന്ത കീർത്തിയിൽ നിറഞ്ഞു. എന്റെ ജീവിതം അത് ഞാൻ തീരുമാനിക്കും, കീർത്തി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആൾക്കാട്ട് മുമ്പിൽ മാനെ രക്ഷിക്കാൻ നോക്കുമ്പോ ആ തല ധരിച്ച പെണ്ണിന്റെ കൂടെ കൂടി നീയും. കവിത ചാടി വന്ന് കീർത്തിക്ക് നേരെ കയ്യോങ്ങി. ആ കൈ തറഞ്ഞ സന്തോഷ് കവിതക്കൊന്ന് കൊടുത്തു. നാട്ടുകാരുടെ മുമ്പിൽ ഭാര്യയെ തല്ലിയല്ല ആളാവേണ്ടത്. ഇത് പക്ഷെ നീ ചോദിച്ചു വാങ്ങിയതാ. നീയും നിന്റെ ആങ്ങളമാരും സ്ത്രീധനം കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചപ്പോ തന്നെ ഞാൻ തടഞ്ഞതാ. പിന്നെ ഇവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന ചിന്തയാ അന്ന് എന്നെ പുറകിലേക്ക് വലിച്ചത്. ഇന്ന് അങ്ങനെയല്ല. ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇവിടെ നടക്കില്ല. അഭിമാനത്തെക്കാൾ വലുതാണ് സ്വന്തം മക്കളുടെ ജീവിതം, ഓർത്തോ. സന്തോഷ് ബാക്കിയുള്ളവർക്ക് നേരെ തിരിഞ്ഞു. എന്റെ മോള് പറഞ്ഞേ എനിക്കും പറയാനുള്ളൂ. അവൾക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. സന്തോഷിന്റെ പിന്തുണ കൂടെ വന്നോടെ കാർന്നൊരു ആയുധം നഷ്ടപ്പെട്ട യോദ്ധാവിനെ പോലെയായി. കീർത്തി സന്തോഷിനെ നോക്കി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അടുത്ത ഇരയിലേക്ക് പതിഞ്ഞു. കിച്ചു അതെങ്കിലും നടക്കട്ടെ എന്ന തീരുമാനം വന്നു. എന്റെ മോൻ ഞാൻ പറയുന്ന അനുസരിക്കുന്ന കവിതയും. അഭിമാന പ്രശ്നം അത്ര തന്നെ. കിച്ചി ഇപ്പോഴും അനഘയെ കൊണ്ടുപോയതിന്റെ ഷോക്കിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. നാട് വിട്ടുപോയ കിളികളെ പിറകെ നടന്ന് ഓടിപ്പിടിക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കിച്ചുമോൻ. കിച്ചിനു വേണ്ടി ഒരു പെണ്ണിനുള്ള അന്വേഷണത്തിൽ അവസാന കലേഷിന്റെ മൂത്തമകൾ കാവ്യയിൽ എല്ലാ കണ്ണുകളും തറച്ചു നിന്നു. സ്വന്തം ഉറപ്പണല്ലേ? അതിലിപ്പോ ഇനി പ്രായവ്യത്യാസം നോക്കണ്ട. ഇതങ്ങനെ തീരുമാനിക്കാം. പല ഭാഗത്തുനിന്നും പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒടുവിൽ അവിടെ അതങ്ങ് ഉറപ്പിച്ചു. ഏതോ ഒരു അമ്മാവെന്ന അതിഥികളെ തീരുമാനം അറിയിച്ചു. സ്വപ്നലോകത്തെ ബാലഭാസ്കരനെ പോലെ ഏതോ ലോകത്തിരുന്നിരുന്ന കിച്ചുവിന് ആരോ മണ്ഡപത്തിൽ കൊണ്ടിരുത്തി. കൊട്ടും കുരവയും താലികെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് കിച്ചുവിന്റെ കിളികളൊക്കെ തിരികെ കൂടണഞ്ഞത്. അതിനെയൊക്കെ പെറുക്കി കൂട്ടി വെച്ച് കൂടടച്ച് മുഖമുയർത്തി മുന്നിലിരിക്കുന്ന പെണ്ണിനെ നോക്കിയത് അവന്റെ കണ്ണു തള്ളി. കാവ്യ താൻ കെട്ടിയ താലി കൂടി കണ്ടതോടെ കിച്ചു ബോധം പറഞ്ഞ് പിറകിലേക്ക് വീണു. വെട്ടിയിട്ട ബായത്തണ്ട് പോലെ. കിച്ചു ബോധം കെട്ടി വീഴുന്ന കണ്ട് നാർച്ച ഷോക്കടിച്ച കാക്കയെ പോലെ ഒരു നിമിഷം വിറങ്ങലിച്ച് നിന്നു. കിച്ചുവിന്റെ അടുത്ത് വയസ്സിരുന്ന കാവ്യയുടെ മുഖത്തേക്ക് അവിടെ മിഴികൾ പതിഞ്ഞു. അടുത്ത നിമിഷം ഭരത് കയ്യിൽ വെച്ച് കറക്കി കളിക്കുന്ന കാറിന്റെ കീ തട്ടിപ്പറിച്ച് സാരി തലപ്പാൽ വാപ്പൊത്തി പിടിച്ച് അവൾ പുറത്തേക്ക് ഓടി. ഭരത്തും കൂട്ടിനും പകച്ച് പരസ്പരം നോക്കി. മെനഞ്ഞുകൂട്ടിയ കൊട്ടാരമൊക്കെ വെറുതെ ആയോ എന്നൊരു സംശയം ഭരത്തിന്റെ ഉള്ളിൽ. ഒരു കാര്യവുമില്ലാതെ ഒന്ന് തലപൊക്കി നോക്കി. ശുഭാപ്തി വിശ്വാസവും ആർച്ചയുള്ള വിശ്വാസം കൂടുതലായതുകൊണ്ട് ആ ചിന്തയെടുത്ത് ചിതയിലിട്ട് ഭരത്തും പിറകെ ഓടി. സമയം പാഴാക്കാതെ ബാക്കിയുള്ളവർ അവർക്ക് പിറകെ ഓടി. ആർച്ച കാറിനുള്ളിൽ കയറി ഡോർ അടക്കുന്ന കണ്ടതും എല്ലാവരും അങ്ങോട്ട് കുതിച്ചു. ഭരത്ത് ഡോർ വലിച്ചു വന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി. തിരിഞ്ഞ് പിറകിൽ മുഖം പൊത്തിയിരിക്കുന്ന ആർച്ചയുടെ ചുമലിൽ പതിയെ തൊട്ടു. അവൾ പതിയെ മുഖമുയർത്തി. എടി സങ്കടപ്പെടില്ലേ? വായിൽ സാരി പൊത്തിപ്പിടിച്ച ശബ്ദം വരാതെ കുലുങ്ങിച്ചിരിക്കുന്ന ആർച്ചയെ കണ്ടവൻ വാ പൊളിച്ചിരുന്നു. വായ പൊത്തിപ്പിടിച്ച സാരി മാറ്റി അവൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. പിറകെ വന്നവരും ഡോർ നോക്കിയതും അവളുടെ ചിരി കണ്ട് കിളി പോയി നിന്നു. എന്താണ്, എന്തു പറ്റി? മനു ആകാംക്ഷയോടെ ചോദിച്ചു. ആർച്ച മുഖം അമർത്തി തുടച്ച് ചിരി നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അയ്യോ കിച്ചുമോന്റെ കല്യാണം, അത് കാവ്യ. ഇതിലും വലിയ പണിനി അവന് കിട്ടാനില്ല. ചങ്കരനൊത്ത ചങ്കി.
ആർച്ച അതും പറഞ്ഞ് വീണ്ടും പൊട്ടിച്ചിരിച്ചു. എല്ലാവരും അവളെ മിഴിച്ചു നോക്കി. കാവ്യക്കെന്താ പ്രശ്നം? ഭരതി ചോദിച്ചു. ആർച്ച ചിരി നിർത്തി എല്ലാവരെയും നോക്കി. ഈ കാവ്യുണ്ടല്ലോ, പുള്ളിക്കാരി ഒരു സംഭവം. 18 വയസ്സിനുള്ളിൽ 5-8 പേരെ തേച്ച മുത്താണ്. 3 പേര് അവള് തേച്ചു, 3 പേര് അവളെ തേച്ചെന്ന നിലയിൽ ആ കക്ഷിയുടെ പോക്ക്. ഇപ്പൊ നിലവിലൊരു പ്രേമുണ്ട്, ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇന്ന് രാവിലെ ബ്രേക്കപ്പ് ആയെന്തോ, പറയാൻ പറ്റില്ല. കിച്ചുമോന് അയ്യോ. ആർച്ച വീണ്ടും പൊട്ടിച്ചിരിച്ചു. കിച്ചുമോന് പറ്റിയ കൂട്ടായ എനിക്ക് അതും പറഞ്ഞ് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കുന്ന ആർച്ചയെ നോക്കി എല്ലാവരും താടിയിൽ കൈകൊടുത്തിരുന്നു. ഇങ്ങനെയൊക്കെ പണി കൊടുക്കാവേണ്ട ദേവി. ചിരിച്ച് കണ്ണു നിറഞ്ഞ് കണ്ണു തുടച്ച ആർച്ച എല്ലാവരെയും നോക്കി. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇനി അതും എൻ്റെ തലയിൽ വെക്ക്. കേരളത്തിൽ അല്ലെങ്കിൽ പണിയില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പണിക്കും താല്പര്യമില്ലാത്ത ഇവനെ തെരഞ്ഞു പിടിച്ച് പണി കൊടുക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ? അങ്ങനെയാണെങ്കിൽ വല്ല പങ്കാളിയെ വിളിച്ചാൽ പോരായിരുന്നോ? അവൻ്റെ അമ്മയും അമ്മാവന്മാരും ബന്ധുക്കളും പിടിച്ച് കെട്ടിച്ചതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? ദേവി കൈമലർത്തി കാണിച്ചാൽ നിഷ്കുവായി. എന്നാൽ ഇതിപ്പോ ഇങ്ങനൊരു വിവാഹം ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? വിവേക് ചോദിക്കുന്നിട്ട് എല്ലാവരും അവനെ നോക്കി. 18 വയസ്സായിട്ട് വേണമെന്ന് ഒളിച്ചോടി പോകാന്ന് ചിന്തിച്ചിരിക്കുന്ന അവൾക്കോ? ആർച്ചയുടെ മറുചോദ്യത്തിൽ എല്ലാവരും വാവിളിച്ചിരുന്നു. അല്ല, നിനക്ക് എങ്ങനെയാ അവള് പരിചയം? ഭരത് സംശയത്തോടെ ചോദിച്ചു. ആർച്ച തലചൊറിഞ്ഞുകൊണ്ട് നിളിച്ച് കാണിച്ചു. അത് പിന്നെ എന്നാലും കിച്ചുവിന്റെ മുറപ്പെണ്ണാണല്ലോ. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇനി അവളെ കെട്ടാത്തിന്റെ പിള്ളേനോട് കുശുമ്പ് തോന്നി വഴക്കായി, ഇടിയായി, അടിയായി, കുടുംബ കലഹായി. അതൊക്കെ എന്തിനാന്ന് കരുതി ഞാൻ അവൾ ആദ്യം തന്നെ കമ്പനി അടിച്ചു വെച്ചു. ആർച്ച എല്ലാവരെയും മാറി മാറി നോക്കി ഇളിച്ച് കാണിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. ഭരത് പതിയെ മുന്നിലേക്ക് തിരിഞ്ഞ് സ്റ്റെയറിംഗിലേക്ക് മുഖമമർത്തി കിടന്നു. ശരത്ത് കൈ നെറ്റിൽ വെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. നീതും മടിയിലേക്ക് മുഖം പൊഴുത്തിരിക്കുന്ന ദിവ്യയുടെ പുറത്ത് തലതാങ്ങി കൈകൊണ്ട് മുഖം മറച്ചിരിക്കുന്നുണ്ട്. ശബ്ദമൊന്നും ഇല്ലെങ്കിലും കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നറിയാൻ സാധിക്കും. പത്മ ചാടി പുറത്തിറങ്ങി വയറും പൊത്തിയെന്ന് ചിരിച്ചു. ഏതാണ്ട് അതേ അവസ്ഥയിൽ വിവേകും മനുവും. ആർച്ച ദിവ്യയുടെ പുറത്തുനിന്ന് കൊടുത്തു. അതോടെ ചിരി അങ്ങ് പുറത്തേക്ക് തെറിച്ചു. പിന്നെ അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു. ആർച്ച എല്ലാവരെയും മാറി മാറി നോക്കി മുഖം വീർപ്പിച്ചു. അത് കാണാൻ വീണ്ടും എല്ലാവർക്കും ചിരി പൊട്ടിപ്പോയി. കൊടുത്ത സർപ്രൈസിന്റെ കനമിത്തിരി കൂടിയത് കാരണം പോകുന്ന വഴി ശരത്തിന്റെ പോക്കറ്റിന്റെ കനമിത്തിരി കുറച്ചാണ് ആർച്ച വിട്ടത്. കൂടെ ചിരിച്ചതിന്റെ പ്രതികാരം. ഇനി മേലാൽ ആ പാവം സർപ്രൈസും കൊടുക്കില്ല, ചിരിക്കയില്ലെന്നങ്ങ് ശപഥം ചെയ്തു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയോടെ കിച്ചു മുറിയിലേക്ക് ഓടി. കൂടെ നിന്ന കാവ്യപ്പോലും ശ്രദ്ധിച്ചില്ല. എന്തായാലും ധാവണി എടുത്ത് നന്നായി, ഇല്ലെങ്കിൽ ചുരിദാറിട്ട് കല്യാണം കഴിക്കേണ്ടി വന്നേനെ എന്ന ചിന്തയിലായിരുന്നു കാവ്യ. എല്ലാവരും അവളെ ഹാളിലെത്തി അവരവരുടെ ജോലി നോക്കി പോയതും കാവ്യ ഫോൺ എടുത്ത് എൻ്റെ ജോലി തുടങ്ങി. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങിയ എല്ലായിടത്തും കയറി വിശേഷങ്ങൾ നോക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിനെ മുഴുവൻ കല്യാണം കഴിഞ്ഞ് ഇവർ അറിയിച്ച് തൃപ്തി അടഞ്ഞു. ഹൽദിയും എന്തെങ്കിലും സംഗീതമൊന്നും ഇല്ലാതെ കല്യാണം കഴിഞ്ഞ് കുട്ടിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഹണിമൂണാണ് ഇനി ആകെയുള്ള പ്രതീക്ഷ. ഗ്രൂപ്പിൽ വിവേക് പോസ്റ്റ് ചെയ്ത ആർച്ചയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കീർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു നാളാണെങ്കിലും അനൂജിന്റെ കൂടെയുള്ള ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയിരിക്കുന്നു. അനഘയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കിയിരുന്നു. അനൂജിന്റെ സംസാരവും സ്വഭാവം ഇഷ്ടപ്പെട്ടിരുന്നു. സ്നേഹിച്ച് തുടങ്ങിയിരുന്നു. അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരിക്കൽ ആർച്ച അനുഭവിച്ച വിഷമവും അവൾ കടന്നുപോയ അവസ്ഥയെ ഏതാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. താൻ ചെയ്തതിനോളമില്ലെങ്കിലും സുഹൃത്ത് എന്ന് വിശ്വസിച്ച് അയാൾ ഏൽപ്പിക്കുന്ന വഞ്ചനയുടെ മുറിവിന്റെ ആഴവും. ചിരിച്ചുകൊണ്ട് ഭരത്തിനെ നോക്കിയിരിക്കുന്ന ആർച്ചയുടെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി അവൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. വൈകുന്നേരം സിറ്റ് ഔട്ടിലിരുന്ന് കണ്ണിൽ കണ്ട എല്ലാ റീൽസും മാറി മാറി നോക്കുമ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. രാമചന്ദ്രനും പത്മയും ഗ്രീഷ്മയും ശരത്തും ഭരത്തും വരുന്ന കണ്ട് ആർച്ച ചിരിയോടെ എഴുന്നേറ്റു. അമ്മയെ കാണാനുള്ള വരവാണെന്ന് അവൾ ഊഹിച്ചു. ഗ്രീഷ്മയെ നോക്കി അവൾ മുഖം വീർപ്പിച്ച് കാണിച്ചു. ഗ്രീഷ്മ ചിരിയോടെ അവിടെ അടുത്തു വന്ന് താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. ഇനി എന്തെങ്കിലും സർപ്രൈസ് തരാൻ ഉദ്ദേശമുണ്ടോ? എനിക്കിങ്ങനെ എപ്പോഴെപ്പോഴും ഞെട്ടി ഞെട്ടി ഹാർട്ട് അറ്റാക്ക് ഒന്നും വഹിക്കാൻ വയ്യ. ഇടുപ്പിൽ കൈകുത്തി നിന്ന് ആർച്ച എല്ലാവരെയും മാറി മാറി നോക്കി. ഏയ്, ഇനിയൊന്നുമില്ല, ശരത്ത് പറഞ്ഞു. സത്യം പറ, താനിനി വല്ല IAS IPS വക്കീലോ മറ്റാണോ? ആർച്ച ഭരത്തിനെ കണ്ണുമിഴിച്ച് നോക്കി. എഞ്ചിനീയറിംഗ് പഠിക്കാൻ കൊണ്ട് വിട്ടിട്ട് എനിക്ക് പഠിക്കാൻ വയ്യമ്മയെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഇവനല്ലേ? ഭരത്തിന്റെ അഭിമാനം വലിച്ചു കീറി കാറ്റിൽ പറത്തി. പത്മ പുച്ഛിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി. അമ്മ! ഭരത് ദേഷ്യത്തോടെ വിളിച്ചു. പോടാ പൈത്യക്കാരാ, സത്യത്തിന്റെ മുഖം വികൃതമാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ പത്മ വിളിച്ചു പറഞ്ഞു. അല്ല ചേച്ചി പോലീസിലായിട്ട് എന്താ ഇത്രയും നാൾ ജോയിൻ ചെയ്യാതിരുന്നത്? ചായ കുടിക്കുന്നതിനിടയിലാണ് ആർച്ചയുടെ ചോദ്യം. ഞാൻ ജോയിൻ ചെയ്തിരുന്നു, ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കിങ്ങോട്ട് മാറ്റം കിട്ടിയ സമയത്താണ് ഇവർ ഇവിടെ ഉണ്ടെന്ന് വിവരം കിട്ടിയത്. പോലീസ് പുറകെ ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു സൂചന കിട്ടിയാൽ എല്ലാവരും രക്ഷപ്പെടും.
വിവാഹം കഴിഞ്ഞ് സ്ത്രീത്വത്തിന്റെ പേരിലും ജോലി ശരിയാക്കാമെന്നും പറഞ്ഞു അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ഇവർ വിവാഹം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പരമാവധി പണം തട്ടിയെടുത്ത് മുങ്ങുമെന്നാണ് ഇവരുടെ രീതി. ഗ്രീഷ്മ നിർത്തി. പല രീതിയിലാണ് ഇവരുടെ തട്ടിപ്പ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരെ നോട്ടമിട്ട് അങ്ങനെ ഇവരുടെ ഇരകളുടെ എല്ലാ വിവരങ്ങളും ഇവർ ആദ്യം തന്നെ അറിഞ്ഞു വെച്ചിരിക്കും. ഈ ഏരിയയിൽ ഇവരുണ്ടെന്ന് വിവരം കിട്ടിയെങ്കിലും എവിടെയാണെന്ന് അറിവ് കിട്ടിയിട്ടില്ല. വിവാഹാലോചന നടന്നു തീരുമാനിച്ചും അടുത്ത വിവാഹം നടന്നവരുടെയും വിവരം എടുത്തു. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ അത് കിച്ചുവിലും കീർത്തിയിലും എത്തി. അവരിൽ നിന്ന് വിവരങ്ങൾ എടുക്കാനാണ് ഭരത് രണ്ടുപേരോടും കുറച്ച് അടുപ്പം കാണിച്ച്. അനൂജിന്റെ ഫോട്ടോ കീർത്തിയുടെ ഫോണിൽ നിന്ന് എടുത്തോടെ അത് ഉറപ്പായി. പിന്നെ ധ്യാനത്തു നിന്നുള്ള കാത്തിരിപ്പായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ അയൽവാസി പോലീസിലാണെന്ന് അവർക്ക് വിവരം കൊടുക്കേണ്ടെന്ന് തോന്നി. മുമ്പൊരു തവണ അനൂജും സംഘവും കുടുങ്ങിയതായിരുന്നു. അന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടു പോയി. ഗ്രീഷ്മ കഥ പറയുന്ന പോലെ പറഞ്ഞു നിർത്തിയതും ആർച്ചയിൽ നിന്നൊരു ദീർഘനിശ്വാസം മുതിർന്നു. എന്തായാലും കിത്തുമോള് രക്ഷപ്പെട്ടല്ലോ, അത് മതി. ജയശ്രീ അവിടെ അടുത്തേക്കിരുന്നുകൊണ്ട് പറഞ്ഞു. ആർച്ച അമ്മയൊന്ന് സൂക്ഷിച്ച് നോക്കി. കേൾക്കുന്നവർ കരുതും അമ്മയുടെ മനസ്സ് എന്തൊരു നല്ലതാന്ന്. സത്യത്തിൽ അഥവാ ഈ വിവാഹം നടന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നെങ്കിൽ നാട്ടുകാർ അതെൻ്റെ പ്രാക്കാണെന്ന് പറഞ്ഞ എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ വെച്ച് തരും. ഇതിപ്പോൾ എൻ്റെ തലയിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന ചീത്തപ്പേര് ഒഴിഞ്ഞു പോയതിൻ്റെ സന്തോഷമാണ് ഇപ്പം കണ്ടത്. സ്വന്തം കുഞ്ഞ് മുഖ്യമ്പിയിലേ. ഉണിയർച്ചേ അത്താഴം കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ നിന്ന് ഫോണിൽ തലങ്ങും വിലങ്ങും മാന്തി എനിക്ക് ഇത്തിരി റെസ്റ്റ് തരാമോ എന്ന് ഫോണിന് പോലും ചോദിക്കാൻ തോന്നിയ അവസ്ഥയിലാണ് ഭരത് ആർച്ചയെ വിളിച്ച്. യേസ് കുഞ്ഞിരാമ. വളരെ നാടകീയമായി അവൾ വിളി കേട്ടു. ഫോണിൽ നിന്ന് തലയുയർത്തി കാൽമേക്കാൽ കയറ്റി വെച്ച് ആർച്ച ഗൗരവത്തിലിരുന്നു. ഭരത് അവളെ കണ്ണുകുറുക്കിയെന്ന് നോക്കി പതിയെ തലയാട്ടി. ഗൗരവത്തിരി കുറച്ചോ? ഇത്രയും വേണ്ട. അവൻ ആർച്ചയുടെ അടുത്തേക്ക് ഇരുന്നു. ഓ വേണ്ട, ചെറുതായിട്ടൊന്ന് നന്നായേക്കെന്ന് കരുതിയതാ. ആർച്ച ചുണ്ടുകൂട്ടി. ഓവ് വല്ലാത്ത ജാതി നന്നാവലായിപ്പോയി. താരതമ്യേന തീവ്രത കുറഞ്ഞ പുച്ഛം വാരി വിതറി പരത്ത്. തൽക്കാലം അത് പെൻഡിങ്ങിൽ വെച്ച് ആർച്ച കാര്യത്തിലേക്ക് വന്നു. അതുപോട്ടെ, കുഞ്ഞിരാമൻ വിളിച്ച കാര്യം പറയും. അവൾ അവന് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചു. അവൻ ആർച്ചയുടെ നേരെ ഫോൺ ഉയർത്തി കാണിച്ചു. ആ ഇത് സ്റ്റാൻഡപ്പ് കോമഡീസിന് വേണ്ടിയുള്ള മത്സരമല്ലേ, ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു. ഫോൺ വാങ്ങി നോക്കിയതിന് ശേഷം ആർച്ച എന്നോട് പറഞ്ഞു. തനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിവിടണോ? ഭരത് ചോദിച്ച ആർച്ച കണ്ണുമിഴിച്ചിരുന്നു. ഇവന് വട്ടായൊന്നൊരു ചിന്തയും ഭാവവും ഇല്ലാതില്ല. എന്തോ ചോദിക്കാൻ വന്ന ആർച്ചയുടെ വായിൽ നിന്ന് കാറ്റ് മാത്രമേ പുറത്തു വന്നുള്ളൂ. എന്തോന്ന്? ഭരത് മുഖം ചൊളിച്ച് അവളെ നോക്കി. ശ്വാസം വലിച്ച് പിന്നെ പതിയെ വിട്ട് ആർച്ച അവനെ നോക്കി. ഞാനോന്ന് അവളുടെ ചോദ്യം കേട്ട് ഭരത് ചിരിച്ചുപോയി. ആ എന്താ പ്രശ്നം? താനൊന്ന് രണ്ട് സ്ഥലത്ത് ചെയ്തല്ലേ, അതൊക്കെ നന്നായിരുന്നു, പിന്നെന്താ? സംശയം ഏതുമില്ലാതെ ഭരത് പറഞ്ഞിട്ടും ആർച്ച നഖം കടിച്ചു തുടങ്ങി. ടെൻഷൻ വരുമ്പോൾ എന്തിനാണ് എല്ലാവരും തന്റെ തലയിലേക്ക് വരുന്നതെന്ന് പാവം നഖത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അയ്യോ എന്താ? അവൻ ചാടി എഴുന്നേറ്റു. കഷ്ടപ്പെട്ട് പൊന്നു പോലെ വളർത്തി വെച്ച നമുക്കായിരുന്നു, ഓർമ്മയില്ലാതെ കടിച്ചു പൊട്ടിച്ചു. വിരൽ പിടിച്ച് തിരിച്ചു മറിച്ചു നോക്കി സങ്കടം പറയുന്നാണ്ട് ഭരത് പല്ല് കടിച്ചു. ഭരത് പിറുവിരുത്തുകൊണ്ട് കൈ നിവർത്തി തലയിലടിച്ച് വീണ്ടിരുന്നു. ആർച്ച വീണ്ടും കാര്യമായിട്ട് എന്തോ ആലോചിക്കാൻ തുടങ്ങി. കൂട്ടിയും കഴിച്ചു നോക്കിയാൽ ശിഷ്ടം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ, അതുകൊണ്ട് കൂട്ടാനും കുറക്കാനും നിന്നില്ല. ഞാനേ 1-2 സ്ഥലത്ത് പ്രോഗ്രാം ചെയ്ത് 4-3-7 പേരുടെ മുമ്പിലായിരുന്നു. അതുപോലെയാണോ എന്തേലും അബദ്ധം പറ്റിയ കിച്ചുമോൻ വൈറലായതുപോലെ ഞാനങ്ങ് വൈറലാവും, പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ആർച്ച പറയുന്നതായിട്ട് ഭരത്തിന് ശരി വന്നു. കിച്ചുമോനിപ്പോൾ ഏറില്ല, എന്ന് ഇറങ്ങാൻ പറ്റുമോ എന്തോ. അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല എൻ്റെ ഉണ്ണിയാർച്ചേ, നിന്നെ സഹിക്കാൻ എബിനുണ്ടാവും. ഭരത് അവൾക്ക് ധൈര്യം കൊടുത്തു. എന്നിട്ടും സംശയം തീരാതെ ബാക്കിയുള്ള നഖവും കൂടെ തിന്നു തീർക്കുന്ന ആർച്ചയെ കണ്ടതും അവന് ചിരി വന്നുപോയി. ഞാനങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഇതിനെ കണ്ടിട്ടില്ല, അഭിഷേകേട്ടൻ പറഞ്ഞപ്പോൾ രസത്തിന് ചെയ്തു എന്നല്ലാതെ. ഒരാശയക്കുഴപ്പത്തിൽ എന്ന പോലെ ആർച്ച അവനെ നോക്കി. താനിതുവരെ ജീവിതത്തെ പോലും സീരിയസ് ആയി കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. എന്തു വേണം എന്താണോ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, താൻ എപ്പോഴും ഒരു തണലിലായിരുന്നു, അമ്മയുടെ, അച്ഛൻ്റെ, കിച്ചുവിൻ്റെ. അതിൽ നിന്ന് വാശിയോടെയാണെങ്കിലും പുറത്തേക്ക് അല്പമെങ്കിലും വരാൻ ശ്രമിച്ച് കിച്ചു നിന്നെ തള്ളി പറഞ്ഞപ്പോഴാണ്. പക്ഷെ ഇപ്പോഴും നീ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നന്നായി ഒന്ന് ആലോചിക്കുക, നഷ്ടപ്പെടാനൊന്നുമില്ല. മുന്നിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വഴികൾ തുറന്നു വരികയും ചെയ്യും. അതല്ല, ഭാവിയിൽ ചെയ്യേണ്ട കാര്യവും ലക്ഷ്യവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകുന്നത് തന്നെയാണ് നല്ലത്. തൻ്റെ താല്പര്യം വലുത്. ആർച്ചയുടെ തലയിലൊന്ന് കുട്ടി അവൻ എഴുന്നേറ്റ് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ കാശിനാഥൻ നായകനായി എത്തുന്ന പുതിയ കഥ ആദിരാതി എഴുതുന്ന നീയാണെൻ്റെ ലോകം ആരംഭിക്കുന്നതാണ്.